അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിശ്വാസികൾ എന്ന വിശേഷപ്പെട്ട പദവി അലങ്കരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇസ്ലാം മതവിശ്വാസികളിൽ തന്നെ പലതരം ആളുകൾ നമുക്കിടയിലുണ്ട്. മതത്തെ ഗൗരവത്തിൽ ആചരിക്കുന്നവരും അതിനെ അലസമായി സമീപിക്കുന്നവരും ഒക്കെ ചിലരെങ്കിലും നാമമാത്ര മുസ്ലിങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കൂട്ടത്തിൽ കുറേ കൂടി ഇസ്ലാമിനെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അവരെങ്ങനെ അവരുടെ സ്വകാര്യ ജീവിതം തുടങ്ങി പ്രത്യക്ഷ ജീവിതം, രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം, ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നതിന് വളരെ വ്യക്തമായ രൂപം ഈ മതത്തിൻ്റെതാണ്. ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധ്യമല്ല. ലോകത്തെ ഏത് രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിനും അവരൊക്കെ ഒരേ രീതിയിൽ, ഇതിൻ്റെ അർത്ഥം അവരുടെ വേഷവിധാനങ്ങളിലോ ഭാഷയിലോ അവരുടെ രുചിഭേദങ്ങളിലോ ഒന്നും വ്യത്യാസമില്ല എന്നല്ല. അവരെല്ലാവരും ഏകീകൃത രൂപത്തിലാണ് വിശ്വസിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ്. അതിൻ്റെ ഒരു കാരണം പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതോട് ചേർത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുകൂടി ചേർക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുന്നുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നിടത്ത് മാത്രം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ സത്യവിശ്വാസിയാവില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ഇസ്ലാമിക ജീവിതം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അറേബ്യയിലെ ഒരു ചെറിയ പ്രദേശത്തെ, മക്കയിലെ മദീനയിലെ ഒരു ചെറിയ പ്രദേശത്തെ വിശ്വാസികളെ നിങ്ങളെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ലോകത്തെ എല്ലാ വിശ്വാസികളെയും അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവരവരുടെ സ്വന്തം ജീവിതം, കുടുംബജീവിതം, പൊതുജീവിതം, ഇതെങ്ങനെയായിരിക്കണം എന്നാണ് മുത്തുനബി പഠിപ്പിച്ചത്. ഇനി ഇതിൻ്റെ മാതൃക, ഇതിങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിൻ്റെ മാതൃക മക്കയിൽ മദീനയിൽ നബി തങ്ങളുടെ ചുറ്റും ജീവിച്ചിരുന്ന അനുചരന്മാരിൽ, സഹാബി വര്യന്മാരിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തു കൊടുത്തതായി നമുക്ക് കാണാനും കഴിയും. അവരെങ്ങനെയാണ് അത് സ്വീകരിച്ചത്, അത് അത്ഭുതകരമാണ്.
എപ്പോഴാണ് അത്ഭുതം എന്ന് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുക? അസംഭവ്യമായിരിക്കുന്ന സമയത്താണ്. എളുപ്പം സാധ്യമാവുന്ന ഒന്നിനെക്കുറിച്ച് നമ്മൾ അത്ഭുതം എന്ന് പറയില്ല. അതേസമയം ഒട്ടും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യത്തെ, അതിനെ നമ്മൾ നേർക്കുനേരെ കാണുമ്പോൾ, അത് ബോധ്യമാകുമ്പോഴാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുക. അപ്പോൾ അത്ഭുതം എന്താണ്? അത്ഭുതം മക്കയിൽ സംഭവിച്ച അത്ഭുതം എന്താണ്? മദീനയിൽ സംഭവിച്ച അത്ഭുതം എന്താണ്? അതിന് നമുക്ക് മക്കയിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ധാരണ ഉണ്ടായാൽ മാത്രം മതി. നമ്മൾ ചരിത്രത്തിൽ വായിക്കും ഡാർക്ക് ഏജ് എന്ന് വായിക്കും, ഇരുണ്ട യുഗം എന്ന് വായിക്കും. എന്താണ് ഈ ഇരുണ്ട യുഗത്തിൻ്റെ പ്രത്യേകത? അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ ജീവിത രീതി, നിരന്തരമായ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നിലനിന്നിരുന്ന ഒരു ദേശമായിരുന്നു ഈ അറേബ്യൻ ഭൂമിക എന്ന് പറയുന്നത്. അത് മദീനയിലും മക്കയിലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഗോത്രങ്ങളുടെ പേരിൽ നിരന്തരമായ സംഘർഷങ്ങൾ നടന്നിരുന്നു. ഈ ഗോത്ര സംഘർഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാരണങ്ങളുടെ മേൽ. ഈ കാരണങ്ങൾക്ക് മേൽ എപ്പോഴോ നടക്കുന്ന ഒരു സംഘടനമല്ല, നിരന്തരമായി നടക്കുന്ന സംഘടനം. അതിൻ്റെ കാരണം, ഇപ്പുറത്തൊരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതികൂല നടക്കും, അപ്പുറത്തൊരു പ്രതിക്കൊല നടക്കും. അതിന് തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും ഒരു പ്രതിക്കൊലപാതകം നടക്കും. ഇങ്ങനെ കൊലപാതകങ്ങളുടെ നിരന്തരത. ഈ നിരന്തരത എന്ന് പറയുന്നത് കലാപമാണ്, അല്ലെങ്കിൽ യുദ്ധമാണ്. യുദ്ധത്തിൽ അവസാനിക്കുകയല്ല, യുദ്ധത്തിൽ പിന്നെയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് മക്കയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അറേബ്യയിൽ ഉണ്ടായിരുന്നത്. നീതി, ധർമ്മം, സത്യം, ഇതിനൊന്നും ഒരു വിലയുണ്ടായിരുന്നില്ല. ആർക്കാണോ ബലമുള്ളത് അവനാണ് അധികാരം ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. അബൂജഹലിനെ എന്തുകൊണ്ടാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്ര തീർത്താൽ തീരാത്ത വിരോധം? നബി തങ്ങളെ ഏറ്റവും ശരിയായി മനസ്സിലാക്കിയ ഒരാളാണ് അബൂജഹൽ എന്ന് പറയേണ്ടി വരും. കാരണം ഒട്ടേറെ സന്ദർഭങ്ങളിൽ അബൂജഹലിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലൊരു സന്ദർഭം അബൂജഹലും അബൂ സുഫിയാനും ചേർന്ന് നബി തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുന്നതിന് വേണ്ടി അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നബി തങ്ങളുടെ വീട്ടിലേക്ക് പാത്തുപതുങ്ങി പോകുന്ന ഒരു സന്ദർഭമാണ്, ഒരു രംഗം. അങ്ങനെ അവർ വഴിയിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടിയപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന്. അങ്ങനെ തീരുമാനമായി. പക്ഷേ രണ്ടാം ദിവസം അവർക്ക് വീട്ടിൽ നിക്കപ്രതി ഉണ്ടായിരുന്നില്ല. രാത്രിയായപ്പോൾ ഖുർആൻ അവർക്ക് കേൾക്കണം. അതിനവർ വീണ്ടും പാത്തുപതുങ്ങി നബി തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പിന്നെയും അവിടെ വെച്ച് കണ്ടുമുട്ടി. ഇങ്ങനെ പല ആവർത്തി. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന തീരുമാനത്തോടു കൂടി പിന്തിരിഞ്ഞു പോയവർ പിന്നെയും രാത്രികാലങ്ങളിൽ നബി തങ്ങളുടെ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ പാരായണത്തിൻ്റെ മധുരം മാത്രമല്ല, ഖുർആൻ പാരായണത്തിനകത്ത് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഖുർആൻ വചനങ്ങൾക്ക് അടിയിൽ ആ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടത് കേൾക്കുക എന്ന താല്പര്യത്തോടു കൂടിയാണ് അവർ ഇങ്ങനെ വന്നിരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അവർക്ക് സത്യം അറിയാമായിരുന്നു, അബൂജഹലിന് സത്യം അറിയാമായിരുന്നു. എന്നാൽ എന്തായിരുന്നു അബൂജഹലിനെ നബി തങ്ങളുടെ വിരോധിയാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ ഒരു കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ ഒരു കാരണം തൻ്റെ അപ്രമാദിത്വം, തൻ്റെ നെടുനായകത്വം അത് എന്നേക്കുമായി അവസാനിക്കപ്പെടുമോ എന്ന ഭയം. മക്കയിലെ മുടിചൂടാമന്നനാണ് അബൂജഹൽ. അബൂജഹലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? യമനിൽ നിന്ന് ഒരാൾ ഒരു ഒട്ടകത്തെയുമായി മക്കയിലേക്ക് വന്നു. മക്കയിലെ ചന്തയിൽ വിൽപ്പന നടത്താൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഈ ഒട്ടകത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. ആ ഒട്ടകത്തിനെ തടിച്ചു കൊടുത്ത ആ ഒട്ടകത്തിന് ഒരാൾ വന്ന് വില പറഞ്ഞു. വില ഒരു നിലയ്ക്കും യോജിക്കാത്തതാണ്, ഒട്ടും മാന്യമല്ലാത്ത വിലയാണ്. അതുകൊണ്ട് കച്ചവടക്കാരനായ യമനിക്ക് അത് ഈ വില പറഞ്ഞ ആൾക്ക് കൊടുക്കുക സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കച്ചവടം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചന്ത സജീവമാണ്.
ആ ചന്തയിൽ ഈ ഒട്ടക കച്ചവടക്കാരൻ്റെ പരിസരത്തേക്ക് ഒരാൾ പോലും വന്നില്ല. രാവിലെ വില പറയാൻ വന്ന ഈ ഒരാൾ വില പറഞ്ഞു പോയതിനു ശേഷം ഒട്ടകത്തിന് വില പറയാൻ ചന്തയിൽ, നിറഞ്ഞ ചന്തയിൽ, ജനസഹസ്രം തടിച്ചുകൂടിയിരിക്കുന്ന ഈ ചന്തയിൽ ഒരു മനുഷ്യൻ പോലും ഈ ഒട്ടകത്തിന് വില പറയാൻ വന്നില്ല. അദ്ദേഹത്തിൻ്റെ പരിസരത്ത് കച്ചവടം നടത്തിയിരുന്ന എല്ലാവരുടെയും കയ്യിലുള്ള ഉരുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ, കഴുതകൾ, അവർ കൊണ്ടുവന്നിരുന്ന മൃഗങ്ങൾ മുഴുവനും വിൽപ്പന നടത്തപ്പെടുന്നു. ഒരാളും ഇയാളെ സമീപിക്കുന്നു പോലുമില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കച്ചവടക്കാരന് മനസ്സിലായി. അദ്ദേഹം അടുത്തുള്ളവരോട് ചോദിച്ചു, ഇതിൽ വല്ല മാരണവും ഉണ്ടോ? എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒട്ടകത്തിന് വില പറയാൻ ആരും വരാത്തത്? ഈ ഒട്ടകം എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ ഒട്ടകമാണ്. എന്നിട്ടും ഈ ഒട്ടകത്തിന് ആവശ്യക്കാരില്ലാത്തത് എന്താണ്? അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്കിനി ഒരു വഴിയേ ഉള്ളൂ. ആ ഒട്ടകത്തിന് ആദ്യം വില പറഞ്ഞയാൾക്ക് ആ വിലയ്ക്ക് ആ ഒട്ടകം വിറ്റേക്കുക. വേറെ ഒരു നിവൃത്തിയുമില്ല. അതെന്താ? ആ വന്നിരിക്കുന്നത് ആരാണെന്നറിയോ? അത് മക്കയിലെ പ്രമാണിയാണ്, അബൂജഹലാണ്. ഇതാണ് അബൂജഹൽ. ഇനി നിവൃത്തിയില്ല. അബൂജഹലിന് ഈ ഒട്ടകം വിൽക്കുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ ഈ കച്ചവടക്കാരനെ സംബന്ധിച്ചത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം മക്കയിലെ പൗരപ്രമുഖരെ അന്വേഷിച്ചു. എന്നിട്ട് പലരെയും സമീപിച്ചു. അവരൊക്കെ അബൂജഹലാണ് വില പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി അവരൊക്കെ കൈയൊഴിഞ്ഞു. ഇനി ഒരു നിവൃത്തിയില്ല എന്നിടത്ത് അവർ കൈയൊഴിഞ്ഞു. ഒടുവിൽ കാഴ്ചയിൽ സുമുഖനാണ് എന്ന് തോന്നിയ, മാന്യനാണ് എന്ന് തോന്നിയ ഒരാളെ ഈ കച്ചവടക്കാരൻ സമീപിച്ചു. അത് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരണം. ഈ അനീതി ഇത് തിരുത്താൻ ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാൻ യമനിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഈ ഒട്ടകത്തെ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് അടുത്ത ഒട്ടകക്കുഞ്ഞിനെ വാങ്ങണം. എന്നിട്ട് അതിനെ ഞാൻ പരിചരിച്ച് അതിനെ വളർത്തി വലുതാക്കിയിട്ട് വേണം എൻ്റെ അടുത്ത കച്ചവടത്തിന് ഉപയോഗിക്കാൻ. എൻ്റെ ജീവിത ഉപാധിയാണിത്. ഇതിൻ്റെ മേലാണ് ഈ ക്രൂരത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കണോ? നബി തങ്ങൾ ഈ കച്ചവടക്കാരനുമായി ഒട്ടകത്തിന് വില പറഞ്ഞുറപ്പിച്ചു, മാന്യമായ വില. ആ വിലയ്ക്ക് ഒട്ടകത്തെ വാങ്ങുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല, ഞാൻ ഒട്ടകം വാങ്ങാൻ വേണ്ടി വന്ന കച്ചവടക്കാരനല്ല. തൽക്കാലം നിങ്ങൾ എനിക്ക് കടമായിട്ട് ഈ ഒട്ടകത്തെ തരിക. നബി തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് മക്കയിലെ ഈ കച്ചവടക്കാരുടെ ഇടയിലൂടെ ഇറങ്ങി നടന്നു. അബൂജഹലിൻ്റെ മുമ്പിലൂടെ നടന്നുപോയി. എന്നിട്ട് ഈ ഒട്ടകം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യമായ വിലയ്ക്ക് വിറ്റ് ആ വില കച്ചവടക്കാരന് കൊണ്ടുചെന്ന് കൊടുത്തു. കണ്ടോ എന്താണ് അബൂജഹലിൻ്റെ പ്രശ്നമെന്ന്? മക്കയിലെ മുടിചൂടാമന്നനായിരുന്ന അബൂജഹൽ, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം അത് ചോദ്യം ചെയ്യപ്പെടാൻ മക്കയിൽ ഒരാൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അബൂജഹലിന് ഇത് സ്വീകാര്യമല്ല, അത് ചിന്തിക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് അബൂജഹലിന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കഠിനമായ ശാസ്ത്രവം ആരംഭത്തിൽ തന്നെ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നോക്കൂ, ഇതാണ് മക്കയുടെ നീതി, ഇതാണ് മക്കയുടെ ജീവിത വ്യവസ്ഥ. ഈ ജീവിത വ്യവസ്ഥയ്ക്കകത്ത് നിന്നാണ് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോടുണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു? പെൺകുട്ടികളോടുള്ള സമീപനം എന്തായിരുന്നു? ഇങ്ങനെ തുടങ്ങി മക്ക എന്തായിരുന്നു, അറേബ്യ എന്തായിരുന്നു എന്ന് ആ ചരിത്രകാലം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഈ കാലത്തെ സമൂഹത്തെയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത എന്ന് പറഞ്ഞാൽ ആ കാലത്തേക്ക് മാത്രമല്ല, മക്കയിൽ നബിതങ്ങൾ ജീവിച്ചിരുന്ന, മദീനയിൽ നബിതങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ചുറ്റും കൂടിയിരുന്ന വിശ്വാസികൾ, സ്വഹാബികൾ, ഇവർക്ക് അവരെ വെച്ച് ആ കാലത്തെ ലോകത്തെ മനുഷ്യർക്ക് മുമ്പിൽ മാതൃകയില്ലാത്ത എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഇങ്ങോട്ട് ലോകം അവസാനിക്കുന്നത് വരേക്കും ഒരു കാലത്തുമുള്ള ഒരു മനുഷ്യ സഞ്ചയത്തിനും തുല്യതയില്ലാത്തവണ്ണം നീതിയുടെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ഏറ്റവും പര്യായമായ
ഒരു സമൂഹത്തെ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിച്ചു. അതെങ്ങനെയാണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മാതൃക അവിടെയാണുള്ളത്. മക്കയിലാണ് നമ്മുടെ മാതൃകയുള്ളത്, മദീനയിലാണ് നമ്മുടെ മാതൃകയുള്ളത്. നമ്മുടെ മാതൃക മറ്റ് ഏതെങ്കിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സിനിമാ താരങ്ങളോ ആർട്ടിസ്റ്റുകളോ സെലിബ്രിറ്റികളോ അല്ല. മറ്റൊന്നിലും മാതൃകയില്ല. നിങ്ങൾ കാണുന്ന ഈ പളവളപ്പുകളൊന്നും അതൊന്നും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഉള്ളിൽ അത് വെറും പൊള്ളയായ പെരും ചെണ്ടകളാണ്. അതിന് ഈ പെരും മുഴക്കങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് പൊള്ളയാണ്. അതേസമയം എന്താണ് മൂല്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? ഏറ്റവും വിശുദ്ധമായതിനെ, ഏറ്റവും മൂല്യമുള്ളതിനെ. അപ്പം മക്കയാണ് നമ്മുടെ മാതൃക, മദീനയാണ് നമ്മുടെ മാതൃക. മക്കയിലെ മദീനയിലെ വിശ്വാസികളെ പരിശുദ്ധരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? നമുക്ക് ലോകത്തെ വ്യത്യസ്ത ജനസഞ്ചയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, വ്യത്യസ്ത ഭരണകൂടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, വ്യത്യസ്ത സാമ്രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ സാമ്രാജ്യങ്ങൾ അതൊക്കെ ആ സമൂഹത്തിൻ്റെ മേൽ വലിയ തോതിലുള്ള ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്, അധീശത്വം സ്ഥാപിക്കുന്നുണ്ട്. ആജ്ഞകളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ പറ്റും. ഭരണാധികാരിയുടെ, നായകൻ്റെ ആജ്ഞകളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന വലിയൊരു ജനസഞ്ചയത്തെ പല സാമ്രാജ്യങ്ങളുടെയും പല ചക്രവർത്തിമാരുടെയും അധികാര പരിധിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ അംഗീകാരങ്ങൾ മുഴുവനും, ആ തലകുലുക്കലുകൾ മുഴുവനും, അല്ലെങ്കിൽ തലകുനിക്കലുകൾ മുഴുവനും, ആ അംഗീകാരം മുഴുവനും അതെങ്ങനെ ഉണ്ടാവുന്നതാണെന്നറിയോ? അധികാരത്തിൻ്റെ ബലത്തിൽ മാത്രം ഉണ്ടാവുന്നതാണ്, സമ്പത്തിൻ്റെ ബലത്തിൽ ഉണ്ടാവുന്നതാണ്, സായുധ ബലത്തിൽ മാത്രം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ വിശ്വാസി ജനസഞ്ചയം അത് ആയുധബലം കൊണ്ടുണ്ടായതല്ല, ഏറ്റവും ക്രൂരമായ നിയമ നടപടികൾ കൊണ്ടുണ്ടായതല്ല, ബലാത്കാരം കൊണ്ടുണ്ടായതല്ല, സമ്പത്ത് കൊണ്ടുണ്ടായതല്ല. പിന്നെ എന്തുകൊണ്ടുണ്ടായതാണ്? അതാണ് അതിൻ്റെ മർമ്മം. എന്തുകൊണ്ടാണ് അത് സാധ്യമാവുന്നത്? നമുക്ക് ഹിറ്റ്ലറെ കുറിച്ചറിയാം, മുസ്സോളിനിയെ കുറിച്ചറിയാം, സ്റ്റാലിനെ കുറിച്ചറിയാം. ഇവരൊക്കെ കല്ലിൽ പിളർക്കുന്ന ആജ്ഞകൾ കൊണ്ട് ഒരു ജനസഞ്ചയത്തെ മുഴുവനും വിറപ്പിച്ച് നിർത്തിയിരുന്നവരാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ അവർ അക്ഷരം പ്രതി അനുസരിക്കുന്നവരാക്കിയത്, അക്ഷരം പ്രതി അനുസരിക്കുന്നവരാക്കിയത്, പദാനുപദം പിൻപറ്റുന്നവരാക്കി മാറ്റിയത്? എത്രത്തോളമാണത്? നബിതങ്ങൾ നടന്നുപോയ വഴികൾ ഏതാണ് എന്ന് അവർ അന്വേഷിക്കുക, ആ വഴിയിലൂടെ നടക്കുക. നബിതങ്ങൾ എവിടെയാണ് കാലുവെച്ചത് എന്നതിനെക്കുറിച്ച് പഠിക്കുക, അവിടെ കാലുവെക്കുക. നബിതങ്ങൾ എവിടെ ഇരുന്നു എന്ന് അന്വേഷിക്കുക, അവിടെ ഇരിക്കുക. നബിതങ്ങൾ എന്ത് പ്രവർത്തിച്ചു എന്ന് അവർ മനസ്സിലാക്കുക, അതുപോലെ പ്രവർത്തിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, അക്ഷരം പ്രതി ഇവരെങ്ങനെയാണ് ഇങ്ങനെ അനുസരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയത്? അതിൻ്റെ മർമ്മം എന്താണ്? അതിൻ്റെ മർമ്മം ഒറ്റ കാര്യമുള്ളൂ, സ്നേഹം. നബിതങ്ങളോടുള്ള അവാജ്യമായ, നബിതങ്ങളോടുള്ള അടങ്ങാത്ത, അറ്റമില്ലാത്ത സ്നേഹം. ഈ സ്നേഹം കൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാമ്രാജ്യം പണിതത്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളാരും നബിതങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ജീവിതത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന, നമുക്കിന്ന് നേർക്കുനേരെ കാണുക സാധ്യമല്ലല്ലോ. അങ്ങനെ കാണാൻ ഒരവസരം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിൽ നമുക്ക് ഏറ്റവും അടങ്ങാത്ത അഭിലാഷമുള്ളത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയാണ്, നബിതങ്ങളെ കാണാൻ വേണ്ടിയാണ്. ഈ നബിതങ്ങളെ കാണാത്ത നമുക്ക് എങ്ങനെയാണ് നബിതങ്ങളോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് എല്ലാവരും നബിയെ അഗാധമായി സ്നേഹിച്ചു? എന്തുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായി നബിതങ്ങൾ മാറി? നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എത്ര സ്നേഹിക്കണം? നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരെക്കാളും കൂടുതൽ, എന്ന് പറഞ്ഞാൽ സർവസ്വത്തെക്കാളും നിങ്ങൾ നബിതങ്ങളെ സ്നേഹിക്കണം. ഇത് നബിതങ്ങൾ നമ്മോട് പറഞ്ഞതാ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ നബിതങ്ങളെ സ്നേഹിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ നബിതങ്ങളെ സ്നേഹിക്കുന്നത്? നബിതങ്ങൾ
നമ്മളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് കൊണ്ടാണ്. നബിതങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന നമ്മുടെ ഒരറിവ്, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന നമ്മുടെ അറിവ്, കാണാത്ത നമ്മളെ സ്നേഹിക്കുന്നു. ഒരിക്കൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ വിളിച്ചു, എൻ്റെ ആത്മമിത്രങ്ങളെ എന്ന് വിളിച്ചു, എൻ്റെ ആത്മമിത്രങ്ങളെ. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു നബിയോട്, നബിയെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ, എന്തിനാ ഞങ്ങളെ വിളിച്ചത്? സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നബിതങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പം നബിതങ്ങൾ പറയണം അവരോട്, സ്വഹാബ, ഞാൻ നിങ്ങളെയല്ല വിളിച്ചത്, ഞാൻ വിളിച്ചത് എന്നെ കാണാത്ത, ഇനി വരാനിരിക്കുന്ന, ഇപ്പോൾ ജനിക്കാത്ത, ഇനി വരാനിരിക്കുന്ന എൻ്റെ അനുചരന്മാരായ എൻ്റെ ആത്മമിത്രങ്ങളെയാണ് ഞാൻ ആത്മമിത്രങ്ങളെ എന്ന് വിളിച്ചത്. നോക്കൂ, ആത്മമിത്രങ്ങളെ എന്ന് നബിതങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങളെ വിളിച്ചു എന്നറിയുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ഉൾപ്പുളകം ഉണ്ടാവുന്നില്ലേ? ഞാൻ ആ ആത്മമിത്രത്തിൽ പെട്ടു എന്നറിഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം വേറെ വല്ലതുണ്ടോ നമുക്ക്? അത്രമാത്രം കാണാത്ത നമ്മളെപ്പോലും പരിശുദ്ധരായ നബി തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടാവുക? എപ്പോഴാണ് നമുക്കൊരാളോട് സ്നേഹം ഉണ്ടാവുക? അപ്പോൾ ആരാണ് നബി തങ്ങൾ എന്ന് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയുടെ ഒരു മഹാവൃക്ഷമാണ്. കരുണയാണ് നബി തങ്ങളുടെ കരുണയുടെ വിശേഷം. അത് നോക്കൂ, നമുക്ക് പലതരത്തിലുള്ള ശത്രുതകൾ നമുക്ക് പലരോടായിട്ടുണ്ട്. ആ ശത്രുതയുടെ പാരമ്യം ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ ശത്രുത നിങ്ങൾക്ക് ആരോടായിരിക്കും? നിങ്ങളെ സ്നേഹിക്കുന്നവരോടായിരിക്കുമോ? നിങ്ങളെ ഇഷ്ടം വെക്കുന്നവരോടായിരിക്കുമോ? നിങ്ങളുടെ സുഹൃത്തിനോടായിരിക്കുമോ? ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവുക? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവുക നിങ്ങളെ ആക്രമിച്ച, നിങ്ങളെ തളർത്താൻ വേണ്ടി ശ്രമിച്ച, നിങ്ങളെ അധിക്ഷേപിച്ച, നിങ്ങളെ നിരന്തരം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളോടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവുക. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും അവരുടെ ജീവിതമായി പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് മക്കാകാലം അല്ലെങ്കിൽ മദീന കാലം, ഈ രണ്ട് കാലവും നമുക്ക് എടുത്തു നോക്കാം. ഈ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മുസ്ലിം ശത്രുതയുടെ, ഇസ്ലാമിക ശത്രുതയുടെ, ഇസ്ലാമിനോടുള്ള ശത്രുതയുടെ, മതവിശ്വാസികളോടുള്ള വിരോധത്തിൻ്റെ, അതിൻ്റെ അതിരില്ലാത്ത, സമാനതകളില്ലാത്ത, നമ്മൾ വിചാരിക്കരുത് ഈ കാലത്താണ് അത് ഏറ്റവും കൂടുതലെന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ പലസ്തീൻ കാണുമ്പോൾ, ഇസ്രായേലിനെ അറിയുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നും ഇസ്രായേലിയരാണ് അല്ലെങ്കിൽ പലസ്തീനികളാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ വിശ്വാസികളാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു പക്ഷേ അറിയാതെ നമുക്ക് തോന്നിപ്പോകും. സത്യത്തിൽ അതല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഏറ്റവും ക്രൂരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാലം മക്കാകാലമാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി വന്ന അതിൻ്റെ ആരംഭകാലമാണ്. ഇനി അവിടെ അവസാനിക്കുന്നില്ല, മദീന കാലവുമാണ്. മദീനയിൽ നബിതങ്ങൾ മദീനയിൽ ഏറ്റവും സുശക്തമായ, ഏറ്റവും സുരക്ഷിതമായ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്ന ആ ഘട്ടത്തിൽ പോലുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉഹുദ് കാണാം, ഖന്തക്ക് കാണാം, ഇനി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കിയത് കാണാം. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ഇവരോടുള്ള നബിതങ്ങളുടെ സമീപനം, തിരിച്ചുള്ള സമീപനം എന്തായിരുന്നു? വിശദീകരിക്കേണ്ട സമയം. ഇങ്ങനെ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞാൽ അത് പിന്നെ അതിലില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് അത് ബോധ്യമാവും. ഇതൊക്കെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം, അനുകൂലമായ സന്ദർഭം കിട്ടി. ഇതൊക്കെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ചെറിയ കാര്യങ്ങളല്ല കേട്ടോ. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അവരെ ജനമധ്യത്തിലിട്ട് അവഹേളിച്ചു. നമ്മൾ ഒരു സ്ത്രീയെ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ കൊല ചെയ്തു, സ്വകാര്യമായി ഒരിടത്ത് വെച്ച് ആരും കാണാതെ കൊല ചെയ്തു എന്ന് പറയുന്നത് പോലെയല്ല ചിത്രവധം നടത്തുന്നത്. തെരുവിൽ വലിച്ചഴച്ച് നഗ്നയാക്കി ജനമധ്യത്തിലിട്ട് അവഹേളിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് അവരെ ശാരീരികമായി അവരെ പീഡിപ്പിക്കുന്നതിലും
ക്രൂരമാണ് മാനസികമായി അവരോട് കാണിക്കുന്ന ഈ പ്രകടനം എന്ന് പറയുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നു ഈ അക്രമ പരമ്പരകളുടെ അതിൻ്റെ ആരംഭമാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ. അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ കേട്ടോ, ഈ സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് മക്കയിലേക്ക് പോകാൻ. മദീനയിലേക്ക് വന്നു. മദീനയിൽ ഇസ്ലാം ശക്തമായി. മദീനയിൽ ചോദ്യം ചെയ്യാത്ത അത്രയും ശക്തിയിലേക്ക്, ആരും ചോദിക്കാനില്ലാത്ത അത്രയും വലിയ ഒരു ശക്തിയായി ഇസ്ലാം വളർന്നു. ശേഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചൊരു യാത്ര നടത്തി. ആ തിരികെ നടത്തിയ യാത്ര, സർവസന്നാഹങ്ങളോടെയുള്ള യാത്ര, ഈ സന്ദർഭത്തെ ഒന്ന് തുലനം ചെയ്തു നോക്കിയേ നിങ്ങൾ. ആ സ്ഥാനത്ത് നമ്മൾ മാറി ഇങ്ങോട്ട് നിൽക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടവർ, നമ്മുടെ മാതാപിതാക്കളെ ക്രൂരമായി കൈകാര്യം ചെയ്തവർ, നമ്മുടെ സ്വത്ത് അത് അപഹരിച്ചവർ, നമ്മളെ കഷ്ടപ്പെടുത്തിയവർ, നമ്മളെ തെരുവിലിട്ട് അപമാനിച്ചവർ, ഇങ്ങനെ സർവ്വവിധേനയും നമ്മളെ ക്രൂരമായി കൈകാര്യം ചെയ്തവർ, അങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക എന്നത് സാമാന്യേന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സന്ദർഭത്തെ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്ന ആ സന്ദർഭത്തെ നിങ്ങളൊന്ന് വെറുതെ ഓർക്കുക. അവിടെ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറയണ ഒരു കാര്യമുണ്ട്. സ്വഹാബ, ആരും നിങ്ങളുടെ ആയുധം പുറത്തെടുക്കരുത്. ഉറയിൽ വിശ്രമിക്കുന്ന ആയുധങ്ങൾ പുറത്തെടുക്കരുത്. ഇവിടെ സംഘട്ടനങ്ങൾ ഉണ്ടാവരുത്. ഇനി മക്കയിലേക്ക് കയറി വന്നു. മക്കയിലെ എല്ലാവരുടെയും തല കുനിഞ്ഞു. എല്ലാവരും അപമാനഭാരം കൊണ്ട് ഇങ്ങനെ തല കുനിച്ചു നിന്നു. അവരൊക്കെ പ്രതീക്ഷിച്ചു ഒരു അതിശക്തമായ പ്രതികാരക്രിയ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുൻനിർത്തിയിട്ട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് മാപ്പ്, നിങ്ങൾക്കൊക്കെ മാപ്പ്. ഒറ്റ വാക്കുകൊണ്ട് കഴിഞ്ഞു. നബി തങ്ങളോട് കൂടെ നിന്നിട്ട് സഹാബിമാരിങ്ങനെ ചോദിക്കുകയാണ്. അത് ആരാണെന്നറിയാം ചോദിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു. ആരാണ് ബിലാൽ? നിങ്ങൾക്കറിയാം ആരാണ് ബിലാൽ. ഈ പറയപ്പെട്ട എല്ലാ ക്രൂരതകളുടെയും അതിൻ്റെ എല്ലാതരം വേദനകളും അനുഭവിച്ച ഒരാളുടെ പേരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഇതൊക്കെ അനുഭവിച്ച അമ്മാർ റളിയല്ലാഹു അൻഹു. ഇവരെ പോലുള്ള ഈ സഹാബിവര്യന്മാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർക്കൊക്കെ മാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ മാപ്പ് പറയുമ്പോൾ ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന അബൂ സുഫിയാൻ ഉണ്ടവിടെ. അബൂ സുഫിയാന്റെ പേര് പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. എല്ലാവർക്കും മാപ്പ്. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും മാപ്പ്. കണ്ടോ, നബിതങ്ങളുടെ കരുണയുടെ, നബിതങ്ങളുടെ കാരുണ്യത്തിൻ്റെ ഏറ്റവും പരകോടിയാണ് മക്കയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതിനപ്പുറം എന്താ വേണ്ടത്? ഇനി നമുക്ക് ധാരാളം സന്ദർഭങ്ങൾ കാണാൻ പറ്റും. നബിതങ്ങളെ വധിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ, ഇത് മക്കയിൽ നിന്ന് വധിക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഗൂഢതന്ത്രം മെനഞ്ഞ് വീട് വളഞ്ഞവർ, ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ വഴിയിൽ വെച്ച് പല സന്ദർഭങ്ങളിലായി നബിതങ്ങൾക്ക് നേരെ വാളോങ്ങിയവർ, ഇവരോടൊക്കെ അവസരം കിട്ടിയപ്പോൾ എങ്ങനെയാണ് നബിതങ്ങൾ അങ്ങോട്ട് പ്രതികരിച്ചത്? അത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതിൻ്റെ ഏറ്റവും അങ്ങേ തലയാണ് പറഞ്ഞു വെച്ചത്. ഇതാണ് നബിതങ്ങളുടെ സ്വഭാവ വിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ സ്വീകരിക്കുന്ന, നബിതങ്ങളെ സ്നേഹിക്കുന്ന നബിതങ്ങളുടെ അനുചരന്മാർ അവരെങ്ങനെയായിരിക്കും? അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? അവരെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് നബിതങ്ങൾ ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗജപോക്കിരിമാരുണ്ട്, നിസ്സാരരൊന്നുമല്ല അവർ. ചരിത്രത്തിൽ അവരുടെ ധീരത പ്രകടിപ്പിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായി. അങ്ങനെ ഭീരുക്കളല്ല. ഒരു ഘട്ടം വന്നപ്പോഴേക്കും അവർ ദുർബലരായി പോയതല്ല, ശക്തരായിരുന്നു. ആ ശക്തരായ, അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ശക്തന്മാരായ ധീരന്മാരായ ഒരുപാട് അനുചരന്മാരുണ്ടായിരുന്നു. ആ അനുചരന്മാരെ എങ്ങനെയാണ് ഏറ്റവും അനുസരണയുള്ള, അതിനേക്കാൾ പക്വതയുള്ള, സന്ദർഭത്തെ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാക്കി എങ്ങനെയാണ് മാറ്റിയെടുത്തത്? അതാണ് അത്ഭുതം എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ചരിത്രത്തിലെ അത്ഭുതം എന്ന് പറയുന്നത്.
ആ അത്ഭുതമാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം ലോകത്ത് നടത്തിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മഹാവിപ്ലവമാണ്. ആ വിപ്ലവ പ്രവർത്തനത്തിന്റെ അതിൻ്റെ മർമ്മം അത് ഈ കരുണയിൽ അധിഷ്ഠിതമാണ്. നബിതങ്ങൾ കരുണയാണ് എന്ന് പറഞ്ഞാൽ, നബിതങ്ങൾ കരുണയാണെന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ അനുയായികൾ എന്താണ് അതിൻ്റെ ഭാവം എന്തായിരിക്കണം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കോപമാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്, കലാപമാണ് എന്നാണോ? അല്ല, നബിതങ്ങളുടെ അനുയായികളാണ് നമ്മൾ എന്നാണെങ്കിൽ നബിതങ്ങൾ കരുണയാണ്. ആ കരുണയാവാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതാണ് നബിതങ്ങളോടുള്ള ചാർച്ച, നബിതങ്ങളോടുള്ള ചേരൽ, നബിതങ്ങളോടുള്ള പിന്തുടരൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കേണ്ടത് നന്മയാണ്, സ്നേഹമാണ്. അത് നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ് എന്നുണർത്തി വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.